Mr. Thomas Abraham. HMA Secretary, Mrs. Lisa Anthony. Our Chief Guest, Dr. Alexander. And Deacon David. അടുത്തതായി വെൽക്കം സ്പീച്ചിന് വേണ്ടി മിസസ് ലിസ ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening to all. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തോമസ് ചേട്ടൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഡീക്കൻ ഡേവിഡ്, ഡോക്ടർ അലക്സാണ്ടർ, കമ്മിറ്റി മറ്റംഗങ്ങൾ, സദസ്സിലിരിക്കുന്ന അതിഥികൾ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ ആഘോഷങ്ങളെല്ലാം എന്തിനു വേണ്ടി എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ നാം ചോദിക്കാറുണ്ട്. പൊതുവെ പറഞ്ഞാൽ ബഹുകാര്യവിഹ്വലനായ മനുഷ്യന് എല്ലാം മറന്ന് അല്പനേരം സ്വസ്ഥതയും സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കാനുള്ള വേദിയാണ് ഈ ആഘോഷവേളകൾ ഒരുക്കി തരുന്നത്. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇവ കൂടുതൽ ആവശ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ അല്പനേരം എല്ലാം മറന്ന് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനും വ്യക്തികൾ തമ്മിൽ പരസ്പര ധാരണയും സഹവർത്തിത്വവും നിലനിർത്തുവാനും ഈ ആഘോഷവേളകൾ സഹായകമാകും. സന്തോഷത്തിനും ആഹ്ലാദത്തിനുമുള്ള നല്ല അവസരമാണ് ഈ അസോസിയേഷന്റെ കൂട്ടായ്മ നമുക്ക് നൽകുന്നത്. സ്വന്തമായി തന്മ അല്ലെങ്കിൽ ഐഡന്റിറ്റി നിലനിർത്തുവാനും ഈ ആഘോഷവേളകളിലൂടെ സാധിക്കുന്നു. നമ്മെ നാം ആക്കിയ അഭിമാനബോധത്തിന്റെ ആത്മഗതമാണ് മലയാളം എന്ന 4 അക്ഷരം. ആഘോഷങ്ങളെ ഉത്സവമായി കൊണ്ടാടി വരികയാണ്. സൗഹൃദങ്ങളെ സമ്മേളനമായി ആഘോഷിക്കുന്ന ഒരു ദേശീയ ബന്ധിത സംസ്കാരത്തിന്റെ അഭിമാനം തലയിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേരള ജനതയാണ് നമ്മൾ. കേവലം ഒരു ഭൂപ്രദേശത്തിന്റെ മാത്രമായ കേരളത്തിന് അതിൻ്റെതായ കലാപാരമ്പര്യമുണ്ട്, സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്രമുണ്ട്, പ്രകൃതി മനോഹരിതയുടെ വിസ്മയമുണ്ട്. ജന്മം കൊണ്ട് പുണ്യം ചെയ്ത ഭൂമി കർമ്മം കൊണ്ട് നെഞ്ചിലേറ്റി ഓരോ മലയാളിയും. ഇനിയും എന്നിൽ നിശ്ചിതമായിരിക്കുന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആദ്യമായി ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് തോമസ് ചേട്ടൻ, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന തോമസ് ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. On behalf of Malayali Association, I heartily welcome Deacon David to our stage. He is always ready and helps us, and anytime they are accepting our invitation. Have a nice time with us and hope you enjoy this evening. അടുത്തതായി ഡോക്ടർ അലക്സാണ്ടർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ
ഡോക്ടർ അലക്സാണ്ടറിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇവരിൽ പലർക്കും കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ട് ഡോക്ടർ അലക്സാണ്ടറിനെ കുറിച്ച് ഞാൻ അല്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ അലക്സാണ്ടറിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കോട്ടയം ജില്ലയിൽ ജനിച്ച് വർഷത്തോളമായി മെഡിക്കൽ കോളേജിൽ പഠിച്ച് 40 വർഷത്തോളമായി UK ജീവിക്കുന്നു. യോർക്ക്ഷയറിലെ വൺ ഓഫ് ദ സീനിയർ സൈക്കാട്രിക് കൺസൾട്ടൻ്റ് ആണ് ഇദ്ദേഹം. ലീഡ്സ് സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ ദീർഘകാലമായി ജോലി ചെയ്യുകയും UK-യിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹോസ്പിറ്റലിൽ തൻ്റെ സേവനം ചെയ്യുകയും ഇപ്പോഴും സമൂഹത്തിൻ്റെ വിവിധ നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. യോർക്ക്ഷയർ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇപ്പോൾ UK-യിൽ വന്ന് താമസിച്ചിട്ട് ഇത്രയും കാലമായെങ്കിലും തനിക്ക് ലഭിച്ച ആത്മീയമായ ശിക്ഷണത്തിൽ നിന്ന് ഒട്ടും പിന്മാറാതെ ആത്മീയ തലങ്ങളിലും അദ്ദേഹം കർശനമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുകൂടിയാണ്. എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളേവരുടെയും നാമത്തിൽ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിലിരിക്കുന്ന നിങ്ങളേവരെയും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Once again, hearty welcome everybody to this program and have a nice evening. Next, we are going to inaugurate the program by lighting the Nilavilak, which on occasion is believed to be auspicious. Now, we would like to welcome everyone on the stage to come forward to light the Nilavilak. Akan biar gini, kita cerita apa?